വെൽക്കം ബാക്ക് ടു ദ ചാനൽ വിയാജു വിത്ത് ശ്രീ. ഞങ്ങളുടെ പാരീസ് യാത്രയുടെ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ 7 മണിക്ക് തന്നെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ റൂം 2:33 നിന്ന് ഇറങ്ങി ഞങ്ങളിങ്ങനെ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇത് നേരത്തെ തന്നെ പോയിട്ടുണ്ട്. 7 o'clock ഷാർപ്പ്. അവിടെ ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബസ്സൊന്നും വെയിറ്റ് ചെയ്യത്തില്ല, കറക്റ്റ് സമയത്ത് തന്നെ ബസ് എടുക്കും. അപ്പോൾ അതുകൊണ്ട് അവർ ആവർത്തിച്ച് എലിസബത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് സമയത്ത് ഇറങ്ങണം എന്ന്. അങ്ങനെ 7 to 7:30 വരെയാണ് നമ്മുടെ സ്ലോട്ട്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്ലോട്ട് 7 to 7:30 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ 8:30 തന്നെ ഇത് ബസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിന് യാതൊരു കോംപ്രമൈസും ഇല്ല. കറക്റ്റ് 8:30 ബസ്സിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ ബസ് കിട്ടുമ്പോൾ നമ്മളിവിടെ ഊബർ പിടിച്ച് പോകേണ്ടി വരും എന്നാണ് പറഞ്ഞത് സ്ഥലത്തേക്ക്. അപ്പം ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് എങ്ങോട്ടേക്കാണ് എന്നുള്ളതൊക്കെ വഴിയെ കാണാം. വീഡിയോ മൊത്തം കാണണം. അപ്പോൾ നമ്മളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോവുകയാണ്. നിങ്ങൾ ആദ്യം കാണുന്ന ഷോർട്സ് ആയിരിക്കും. നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഷോർട്സ് മാത്രമായിട്ട് കണ്ടുവച്ചിരുന്നത്. വീഡിയോസ് എടുക്കുകയാണ്. ലോങ് വീഡിയോസ് ഉണ്ട്. ഞങ്ങൾ ഇതുവരെ പോയ എല്ലാ സ്ഥലങ്ങളുടെയും ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പെറ്റ്സിന്റെയും ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇതൊരു ബേസിക്കലി ഒരു ട്രാവൽ വ്ലോഗ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ട്രാവൽ വ്ലോഗ്സ് ആണ് കൂടുതൽ. നമ്മളിങ്ങനെ 7 o'clock തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ. ചായ കിട്ടുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മുടെ അല്ല കേട്ടോ എൻ്റെ ഉദ്ദേശം. കാരണം രാവിലെ ഒരു 10 മണിക്ക് ചായ കുടിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നത് കൊണ്ട് അങ്ങനെ വളരെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഇന്ത്യൻ പ്ലസ് മിക്സ്ഡ് ഫുഡാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നിപ്പോൾ ഇന്ത്യൻ അല്ല കേട്ടോ, ഇന്നിപ്പോൾ ഇവരുടെ ഫുഡാണ്. നോൺ വെജ് ഐറ്റംസ് ആണ് ഇതൊക്കെ. നോൺ വെജ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളുണ്ട് ഈ മെഷീനിൽ. അങ്ങനെ ചെയ്യേണ്ട ആദ്യം ഉപയോഗിക്കാനൊക്കെ ആയിട്ട് ചില സമയങ്ങളുണ്ട്. പാല്, ചൂടുവെള്ളം, കോഫി പ്ലസ് വാട്ടർ. പിന്നെ നമ്മൾ ചായപ്പൊടി പല ടൈപ്പ് ചായപ്പൊടിയാണ് കഴിക്കുന്നത്. ഞാനത് എടുത്തത് നമ്മുടെ ഡാർജിലിംഗ് ബ്ലാക്ക് ടീ ഡാർജിലിംഗ്. അത് നമ്മുടെ നാട്ടിലെ ചായയുടെ ടേസ്റ്റാണ്. പക്ഷെ ബാക്കിയൊക്കെ വ്യത്യാസം വെള്ളത്തെ ടേസ്റ്റ് നോക്കിയാൽ മെഷീൻ around 11:30 approximately by 11:30 the guided tour end ചെയ്യും. and then നമ്മൾ നേരെ തീർച്ചയായിട്ടും താങ്ക് യു സർ. Okay, let's start with if you're happy and annoyed clap your hands. clapping yeah എവിടെ ആരുടെ ബാക്കിൽ എവിടെ ക്ലാപ്പ് കാണുന്നില്ല. full energy വേണം. okay, if you're happy and annoyed clap your hands. happy and annoyed clap your hands. if you're happy and annoyed stamp your fingers. if you're happy and annoyed stamp your fingers. if you're happy and annoyed just you really want to show it. if you're happy and annoyed stamp your fingers. if you're happy and annoyed stamp your feet. if you're happy and annoyed stamp your feet. ശരിക്കും പാരീസിന്റെ ചുറ്റുമുള്ള നദിയുടെ പേര് സെയിൻ റിവർ എന്നാണ്. അതൊന്നും okay, so Paris basically to the city of Paris. Okay, so Paris basically നമുക്ക് ഫ്രാൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് കൺട്രി. ഓക്കെ, ആൻഡ് നമുക്കിവിടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഫ്രഞ്ച് ആണ് ഒഫീഷ്യൽ ലാംഗ്വേജ് വരുന്നത്. പോപ്പുലേഷൻ ഇസ് അറൌണ്ട് 68 million ആണ് പോപ്പുലേഷൻ വരുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലസ് കൺട്രി ഇൻ ദ യൂറോപ്യൻ യൂണിയൻ ആണ് ഫ്രാൻസ്. അതുപോലെ തന്നെ ദേ ആർ മോർ ഇൻ ടു, ഇപ്പം ഫ്രാൻസ് പറയുമ്പോൾ ഒരുപാട് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു കൺട്രിയാണ്. ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അഗെയിൻ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഒരുപാട് ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നിട്ട് സെറ്റിൽ ഓഫ് ചെയ്യുന്ന ഒരു കൺട്രിയിലൊന്നാണ്. അതുപോലെ തന്നെ വേൾഡിൽ വൺ ഓഫ് ദ മോസ്റ്റ് വിസിറ്റഡ് കൺട്രീസിലൊന്നാണ്.
ഓക്കെ, ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ആർട്ട് ആൻഡ് കൾച്ചറിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉള്ള ഒരു കൺട്രിയാണ് ഫ്രാൻസ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നിപ്പം നമ്മൾ ട്രാവൽ ചെയ്ത് മെയിൻലി നമ്മുടെ സിറ്റി ടൂറിൽ ഫസ്റ്റ് നമ്മൾ പോകുന്ന പോയിന്റുകളിൽ ഒന്നാണ് ആർച്ച് ഡി ട്രയംഫ് എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഓക്കെ, ആർച്ച് ഡി ട്രയംഫ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. പിന്നെ നമ്മൾ പോകുന്നത് പ്ലേസ് ഡേ ലാ കോൺകോർഡ്, ഷാൻസിലെസി. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞിട്ട് the bus will again take you through the ഇൻവാലിഡ്സ്, ലെസ് ഇൻവാലിഡ്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ്. അത് കഴിഞ്ഞിട്ട് ദെൻ സ്റ്റിൽ ഗൈഡ് നിങ്ങളുടെ മെയിൻലി ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മുടെ സിറ്റി ടൂർ എൻഡ് ചെയ്യുക ചെയ്യുന്നത്. Completed 1836 and basically this is in remembrance of the soldiers who fought during the Napoleon War and things about the city. You might hear me coughing and sneezing. Don't worry, I'm not sick. I am allergic to the chestnut trees that we have all over Paris. So these past few days it has been a little bit difficult. So I'm not going to put lamps along the way. Now this bridge is named Alexander III to honor Alexander III, who concluded a treaty of alliance with France in 1893. And then this bridge was constructed for the International Exhibition of 1900. Structure, a very different structure because it was made of iron, so a very new. Yes. So King Louis XIV was the longest reigning monarch in world history. So he was king for 74 years. And like Napoleon later, King Louis XIV fought many wars in Europe. He waged wars against all of his neighbors. Also, inside the complex of the Invalids Hospital, we have a very beautiful church, the Church of Saint Louis. Saint Louis was also a king, not the 14th. Sarcophagus, the coffin of Napoleon Bonaparte. So Bonaparte, as I said before, he was deposed and exiled. So he abandoned the Louvre and he built a palace in Versailles, outside of Paris, where he moved the family and the royal court. And the original also is somewhere there and looking towards the river. So as the Louvre became bigger and bigger, there were many kings that loved art and loved collectioning art. From all around Europe and especially from Italy to come and live here in the royal court and to create to create artworks for him. And this is how a certain Leonardo da Vinci came here and he brought with him a portrait that he had made of the Mona Lisa that he never sold to the family of Lisa. He brought it here and he left it here to Francis I, the King Francis I, who bought it and kept it here in the Louvre. ഇപ്പൊ ഞങ്ങള് ഇങ്ങനെ സിറ്റി ടൂറ് നടത്തി ഇവിടെ ഇറങ്ങിയായിരുന്നു കേട്ടോ. കാര്യം ഒരു പിരമിഡ് ഉണ്ട് ഇത്ര, അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഇറങ്ങുകയാണ്. അപ്പം സിറ്റി ടൂർ ഞാൻ പറഞ്ഞില്ലേ
ഒരു ഫ്രഞ്ച് ആ ഒരു പഴയ ഒരു ഓൾഡ് ലുക്ക് അതിപ്പോഴും കീപ്പ് ചെയ്യാണ്. പക്ഷെ അവർ ആലോചിക്കുന്നുണ്ട് പുതിയ കുറേ ബിൽഡിങ്സ് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് അവർ ആലോചിക്കുന്നുണ്ട്. കുറേ ബിൽഡിങ്സ് ഒക്കെ വന്നു, നമ്മൾ കണ്ടല്ലോ വീഡിയോയിൽ, കുറേ ന്യൂ ബിൽഡിങ്സ് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല നീറ്റാണ്. തണുപ്പുണ്ട് കേട്ടോ, നന്നായിട്ട് 16 ഡിഗ്രി സെൽഷ്യസ് ഉള്ളൂ ടെമ്പറേച്ചർ. നല്ല തണുപ്പാണ്. ഇതാണ് നമ്മുടെ ഫ്രാൻസ്, നമ്മുടെ പാരീസ് ഗൈഡ്. ഇവരാണ്. പേര് എനിക്ക് പറയാൻ പറ്റുന്നില്ല, എന്തോ ഒരു പേരാട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ തണുപ്പ് ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇത് കാറ്റും കൂടെ വീശുന്നുണ്ട്, നല്ല കാറ്റാണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ വരുമ്പോൾ ഇവർ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുന്നേ ഭയങ്കരമായിട്ട് കാറ്റൊക്കെ വീശി, ഇങ്ങനെ ഈ ഹേസൽനട്ട് ട്രീസിൻ്റെ പോളൻ ഗ്രെയിൻസ് ഒക്കെ എല്ലായിടത്തുമായി ഭയങ്കര പൊല്യൂഷനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഒരുപാട് പഴയ ബിൽഡിംഗ് ആണ് കേട്ടോ. അവരത് വളരെ നീറ്റായിട്ട് അത് കൺസർവ് ചെയ്തിരിക്കുവാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ലഞ്ച് നമുക്ക് ഇവിടെയാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ള ബിൽഡിങ്സും അടിപൊളി വഴിയും റോഡും ടെമ്പറേച്ചറും. ഇപ്പൊ ഉച്ചയ്ക്ക് 12:15 കേട്ടോ. പക്ഷെ തണുപ്പ് അടിപൊളി തണുപ്പ്, വേർക്കുന്നുള്ള പേടിയില്ല, മേക്കപ്പ് പോകുന്നുള്ള പേടിയില്ല. റോഡൊക്കെ കണ്ടോ എന്താ നീച്ചത്, സൂപ്പറാണ്. പിന്നെ ഇവിടെ ട്രാഫിക് അതുപോലെ ക്രോസ് ചെയ്യുന്നതൊക്കെ നല്ല നിയമങ്ങളാണ്. നമ്മൾ പണ്ട് ദുബായിൽ പോയപ്പോഴും സിംഗപ്പൂർ പോയപ്പോഴും ഒക്കെ ഉള്ള ആ രീതികൾ ആണ്. വളരെ നിയമമൊക്കെ ഇവിടെ ഭയങ്കര, റൂൾസൊക്കെ ഇവിടെ ഭയങ്കര കമ്പൽസറി ആണ്. അതുകൊണ്ട് തന്നെയാണ് സിറ്റി ഇത്രയും നല്ല നീറ്റായിട്ടിരിക്കുന്നത്. നമ്മുടെ ക്രോസ് ചെയ്ത് വേണം പോവാന്. അപ്പൊ ആദ്യമേ ലഞ്ചിന് കയറുമ്പോ എന്ത് ചെയ്യണമെന്ന് ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ആർട്ടിഫിഷ്യൽ ആണ്. അത് ആർട്ടിഫിഷ്യൽ, അത് ഓക്കെ. അത് ഇവിടെ നമ്മൾ ലഞ്ചിന് കയറുമ്പോ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നേരത്തെ പറഞ്ഞു. അപ്പൊ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ കയറുമ്പം 1 കപ്പ് വെള്ളം, 1 കപ്പ് വൈൻ അല്ലെങ്കിൽ ബിയർ അല്ലേ, 1 കപ്പ് ബിയർ വെച്ചിട്ടുണ്ടായാലും നമുക്ക് ഏതെങ്കിലും 3 ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം.
അപ്പോൾ ഇത് ആദ്യം നമ്മൾ പ്ലേറ്റ് എടുക്കണം. ഇതാണ് നമ്മുടെ പ്ലേറ്റ്. ബിക്കോസ് എല്ലാം ഈ ഒരെണ്ണത്തിലാണ് വെക്കേണ്ടത്. അപ്പം നമ്മൾ ഇത് ഓക്കെ. അപ്പോൾ ഇവിടെയും ഡ്രിങ്ക്സ് വെച്ചിട്ടുണ്ട് എന്നാ പറയണേ. അല്ല, ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബോട്ടില് വെള്ളം, ഒരു ബോട്ടില് വൈന്, ഒരു ബോട്ടില് പിന്നെ ബിയർ വെച്ചിട്ടുണ്ട്. അല്ല, ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം നമുക്ക്. സംഭവം എന്താ വെച്ചാൽ ഒരു ടൈം അലോട്ടഡ് ആണ്. അപ്പോൾ ആ ടൈമിൽ കറക്റ്റായിട്ട് നമ്മൾ സംഭവം അതാണ് എൻ്റെ ഒരു ഏതെങ്കിലും ഒരു സ്വീറ്റ്സ് എടുക്കാം. ഏതാണ് ലഞ്ചൊക്കെ കഴിഞ്ഞ് അപ്പം ഞാനാണെങ്കിൽ ഒരു ടാബ്ലറ്റ് എടുക്കാൻ മറന്നു. അപ്പം അത് ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അടുത്തൊരു മെഡിക്കൽ സ്റ്റോർ കാണുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അവിടുത്തെ പോലെയൊന്നും ഇങ്ങനെ ഒരുപാട് മെഡിക്കൽ സ്റ്റോറൊന്നും ഇല്ല കേട്ടോ. അതിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ പോലും കേരളത്തിൻ്റെ അത്ര മെഡിക്കൽ സ്റ്റോർ വേറെ ഒരിടത്തും ഇല്ലല്ലോ. ഇവിടെ അതുപോലെ തന്നെയാണ്. നല്ല ഉച്ച സമയമായിട്ട് വെയിലും കുറവാ. അതുപോലെ തന്നെ അവിടെ ക്രോസ് ചെയ്യുന്നത് നമ്മൾ അവിടുത്തെ പോലെ ഒന്നും ചാടി ഒന്നും ക്രോസ് ചെയ്യാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് സിഗ്നലൊക്കെ ഉണ്ട്. നമ്മളവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ അതൊന്നും നോക്കാതല്ല ചാടുന്നത്. ഇവിടെ അതൊന്നും പാടില്ല. എടുത്ത് ചാടേണ്ടി വരും. അവര് സിഗ്നലേ നോക്കുള്ളൂ. അല്ലാതെ ആരെങ്കിലും ക്രോസ് ചെയ്യണമെന്ന് നോക്കുള്ളൂ. അപ്പം നമുക്ക് ക്രോസ് ചെയ്യാൻ പ്രത്യേകണ്ടോ. പിന്നെ ഇംഗ്ലീഷിലോ ഒരു കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഫ്രഞ്ചാണ്. നമ്മൾ ആ സിമ്പിളൊക്കെ കണ്ടാണ് മനസ്സിലാക്കിയത്. കാണണേ. ചിലപ്പോൾ ആ ബ്രാഞ്ച് നെയ്മൊന്നും കാണൂലായിരിക്കും. ചോദിച്ചു നോക്കാം. പിന്നെ അതിലൊരു കെമിക്കൽ കോമ്പസിഷൻ പറഞ്ഞാൽ മതിയായിരിക്കും. അവിടെ ഇങ്ങനെയൊക്കെ പിന്നെ പൊള്ളുന്ന വില ആയിരിക്കും ഇതൊക്കെ. അത്യാവശ്യമായിപ്പോയി കൊണ്ട് ഇതിനകത്ത് കയറിയപ്പോൾ എന്നാ ചൂട്. Can I get gabapentin? Gabapentin. Tablet. With prescription. No, there is no prescription actually. Gabapentin? Yes, friends is with prescription. And you have lot of dosage. No, gabapentin 100. Can I see? Yeah, it's video. Actually, I'm a blogger. No. ഈഫിൽ ടവറിന്റെ സെക്കൻഡ് ലെവൽ വരെ നമുക്ക് കയറാനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. കിട്ടുമോ? പിന്നെ അങ്ങനെ നമ്മുടെ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈഫിൽ ടവറിൻ്റെ ബേസിലാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ലെവൽ വരെ നമ്മൾ കയറുന്നുണ്ട്. തേർഡ് ലെവലിൽ എന്താ സെപ്പറേറ്റ് ടിക്കറ്റ് കിട്ടുള്ളൂ, അതുപോലെ തിരക്കായിരിക്കും എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഒഴിവാക്കിയതാണത്. എന്താ ഈഫിൽ ടവറിൻ്റെ ബേസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഉണ്ടോ, ഫുൾ അയണാണ് ഇത്. അവരെത്രയോ പ്രാവശ്യം ഇത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ഗൈഡ് ബസ്സിൽ വെച്ച് അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചില ആൾക്കാർ ഫ്രാൻസിൻ്റെ ഒരു അഗ്ലി മെറ്റീരിയലായിട്ടാണ് പറയണത് അത്രേ. എന്നാൽ മെജോറിറ്റി ആൾക്കാരും ഇതൊരു എന്താ പറയുക, ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മോണുമെൻ്റ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്.
¿Ya fueron ahí? അങ്ങനെ ഈഫിൽ ടവർ എന്ന ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കിന് ശേഷം ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെയൊക്കെ സിറ്റി ടൂറ് നടത്തി കുറേ മോണമെൻറ്റ്സ് എല്ലാം കണ്ടു, കുറേ ബിൽഡിങ്സ് എല്ലാം കണ്ടിട്ട് രാത്രി നമ്മൾ വീണ്ടും ഈഫിൽ ടവറിൽ വന്നേ. കാരണം രാത്രി അവിടെ ഇങ്ങനെ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്, ഷിമറിങ് ഇഫക്റ്റ് എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നു. പക്ഷെ അത് രാത്രി 10 മണിക്കേ അത് കാണുള്ളൂ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 9:30-ക്കൊക്കെയാണ് സൺസെറ്റ്. പൊതുവെ യൂറോപ്പിൽ സൺസെറ്റ് വളരെ താമസിച്ചാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സീസണിൽ 9-9:30 മണിയൊക്കെ ആവും രാത്രി സൺസെറ്റ് ചെയ്യാനായിട്ട്. അതുവരെ നല്ല വെളിച്ചമായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ ലാസ്റ്റ് നമ്മളിങ്ങനെ ഡിന്നർ കഴിക്കാൻ പോകുന്ന സമയത്ത് 8 മണിയൊക്കെ ആയ ആ ഒരു സമയത്ത് ശരിക്കും നല്ല വെയിൽ വരെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് സൺസെറ്റ് ആയിട്ടേ ഉള്ളൂ. പക്ഷേ സമയം 9:30-ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തു. ആ ഷിമറിങ് ഇഫക്റ്റ് കാണാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഇങ്ങനെ സ്പാർക്ക് ചെയ്യും, ലൈറ്റ് ഇങ്ങനെ മിന്നും. അതൊരു 5 മിനിറ്റത്തേക്കേ ഉള്ളൂ. ഇപ്പോൾ ഈവനിങ് ആകുമ്പോൾ തന്നെ അതിനകത്ത് ലൈറ്റൊക്കെ ഇട്ടിരിക്കും കേട്ടോ. ഭയങ്കര നല്ല തണുപ്പുണ്ട് ഇവിടെ. നല്ല തണുപ്പ്. ജാക്കറ്റൊക്കെ ഇട്ട് തലയൊക്കെ മൂടിയൊക്കെ വെച്ചേ നിൽക്കാൻ പറ്റുള്ളൂ, അങ്ങനെ തണുപ്പാണ്. ഒത്തിരി ആൾക്കാരും ഉണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ കുറച്ച് ചെറിയ വ്യാപാരികളും ഒക്കെ ആയിട്ട് ഒക്കെ ഇങ്ങനെ കുറേ വേറെ നീഗ്രോസ് ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെയുള്ള ചെറിയ വഴിയിലൊക്കെ വെച്ചിങ്ങനെ മോണമെൻറ്റ്സ് ഒക്കെ വിൽക്കുന്ന ആൾക്കാരെല്ലാം കൂടുതലും നീഗ്രോസാണ്. പിന്നെ ഇവിടെ നല്ല പിക്ക് പോക്കറ്റിംഗ് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ നമുക്ക് ഈ ട്രിപ്പൊക്കെ പുറപ്പെടുന്നതിന് മുന്നേ തന്നെ GTH നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. പിന്നെ ബസ് ഇറങ്ങുമ്പോഴെല്ലാം എലിസബത്ത് ഓരോടത്തെയും പ്രോബ്ലംസും നല്ല കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ടാണ് ഒക്കെ ഡീൽ ചെയ്ത്. അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ് സ്പെൻഡ് ചെയ്തത്. ഈഫിൽ ടവർ വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. എന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ഓർമ്മയായിട്ട് ഈഫിൽ ടവറിനോട് യാത്ര ചോദിക്കുന്നു.